നമസ്കാരം. ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 9ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് വീഡിയോ കാണാത്തവർ അത് കണ്ടതിന് ശേഷം മാത്രം ഈ സെക്കൻഡ് പാർട്ട് വീഡിയോ കാണുക. അപ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവും. ഹാവിൻ യു അണ്ടർസ്റ്റുഡ് ദാറ്റ് ഈച്ച് മാപ്പ് ഹാസ് എ ഡിഫറെൻറ്റ് ടൈറ്റിൽ. നമുക്ക് മനസ്സിലായി ഓരോ മാപ്പിനും ഓരോ ടൈറ്റിലാണുള്ളതെന്ന്, അല്ലേ? വ്യത്യസ്ത തരം ടൈറ്റിലാണ് ഉള്ളത് ഓരോ മാപ്പിനും. ഈച്ച് മാപ്പ് ഈസ് ഗിവൺ ഇൻ എ ടൈറ്റിൽ ബേസ്ഡ് ഓൺ ഇറ്റ്സ് ഫംഗ്ഷൻ. ഓരോ മാപ്പിനും നമ്മൾ കൊടുക്കുന്ന ടൈറ്റിൽ എന്ന് പറയുന്നത് അതിൻ്റെ ഫംഗ്ഷൻ അനുസരിച്ചാണ്. അത് നമ്മൾ എന്ത് പർപ്പസിന് ഉപയോഗിക്കുന്നു എന്നതിനനുസരിച്ചാണ്. നൗ എക്സാമിൻ ദ പൊളിറ്റിക്കൽ മാപ്പ് ഓഫ് കേരള. കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ മാപ്പ് ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ക്യാൻ വി ഫൈൻഡ് ഇൻഫർമേഷൻ ഓൺ ദ ഡിഫറെൻറ്റ് ഡിസ്ട്രിക്ട്സ് ഓഫ് കേരള. കേരളത്തിലെ വ്യത്യസ്ത തരം ഡിസ്ട്രിക്റ്റിനെ കുറിച്ചുള്ളൊരു ഇൻഫർമേഷൻ ആയിരിക്കും നമുക്ക് കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ കിട്ടുന്നത്. അത് കേരളത്തിൻ്റെ അകത്തുള്ള വിവിധ തരം ജില്ലകളെക്കുറിച്ചുള്ള ഇൻഫർമേഷനാണ് കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ മാപ്പിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അതുപോലെ likewise list the information that you get after examining the political map of a continent, a country or a state. അതുപോലെ നമ്മളൊരു ഒരു കോണ്ടിനെൻറ്റിൻ്റെ പൊളിറ്റിക്കൽ മാപ്പോ അല്ലെങ്കിൽ ഒരു കൺട്രിയുടെ പൊളിറ്റിക്കൽ മാപ്പോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൻ്റെ പൊളിറ്റിക്കൽ മാപ്പോ നോക്കിയാൽ നമുക്ക് ഏത് തരത്തിലുള്ള ഇൻഫർമേഷൻ ആയിരിക്കും കിട്ടുന്നത്? ഒരു കോണ്ടിനെൻറ്റിൻ്റെ പൊളിറ്റിക്കൽ മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഉൾക്കൊള്ളുന്ന രാജ്യങ്ങളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കിട്ടും. ഒരു കൺട്രിയുടെ പൊളിറ്റിക്കൽ മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ അവിടെയുള്ള സ്റ്റേറ്റ്സിൻ്റെ വിവരങ്ങളായിരിക്കും നമുക്ക് ലഭിക്കുന്നത്, അല്ലേ? ഇനി ഒരു സ്റ്റേറ്റിൻ്റെ പൊളിറ്റിക്കൽ മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള ഡിസ്ട്രിക്റ്റിനെ കുറിച്ചുള്ള വിവരങ്ങളായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. ഹാവിൻ യു അണ്ടർസ്റ്റുഡ് ദ ഫംഗ്ഷൻ ഓഫ് എ പൊളിറ്റിക്കൽ മാപ്പ്? അപ്പോൾ നിങ്ങൾക്ക് പൊളിറ്റിക്കൽ മാപ്പിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ. അറ്റ് ദ സെയിം ടൈം എ സോയിൽ മാപ്പ് ഷോസ് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോയിൽ ഡിസ്ട്രിബ്യൂഷൻ ഇൻ എ റീജിയൻ. ഇനി അതേപോലെ തന്നെ നമ്മൾ ഒരു സോയിൽ മാപ്പാണ് നോക്കുന്നതെങ്കിൽ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിവരം എന്ന് പറയുന്നത് വ്യത്യസ്ത തരങ്ങളിലുള്ള വ്യത്യസ്ത സ്ഥലത്തുള്ള സോയിൽ എങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ, സോയിലിൻ്റെ അല്ലെങ്കിൽ മണ്ണിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളായിരിക്കും കിട്ടുന്നത്. The function of the soil map is to provide information on different types of soil in a region. ഒരു റീജിയനിലുള്ള വ്യത്യസ്ത തരം സോയിലിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കും നമുക്ക് സോയിൽ മാപ്പിൽ നിന്ന് കിട്ടുന്നത്. Now tell the function of a physiographical map. അങ്ങനെയാണെങ്കിൽ ഒരു ഫിസിയോഗ്രഫിക്കൽ മാപ്പിൻ്റെ ഫംഗ്ഷൻ എന്തായിരിക്കും? ഫിസിയോഗ്രഫിക്കൽ എന്ന് വെച്ചാൽ ഭൂപ്രകൃതി, അല്ലേ? ഭൂപ്രകൃതി മാപ്പ്. ഭൂപ്രകൃതി മാപ്പിൻ്റെ ഫംഗ്ഷൻ എന്തായിരിക്കും? ആ പർട്ടിക്കുലർ സ്ഥലത്തുള്ള ഭൂപ്രകൃതിയെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. Haven't you understand that the function of a map is related to its content? ആ മാപ്പിൻ്റെ ഫംഗ്ഷൻ അതിൻ്റെ കണ്ടൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്, അല്ലേ? മാപ്സ് ക്യാൻ ജനറലി ബി ക്ലാസിഫൈഡ് ഇൻ ടു ബേസ്ഡ് ഓൺ ദെയർ ഫംഗ്ഷൻ. ഫംഗ്ഷൻ അനുസരിച്ച് മാപ്പിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്ത് ഫംഗ്ഷനാണോ ഒരു മാപ്പ് പെർഫോം ചെയ്യുന്നത് എന്നതനുസരിച്ച് മാപ്പിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണത്? ഫിസിക്കൽ മാപ്സ് ആൻഡ് കൾച്ചറൽ മാപ്പ്. അപ്പോൾ ഫംഗ്ഷൻ്റെ അടിസ്ഥാനത്തിൽ മാപ്പിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഫിസിക്കൽ മാപ്പും കൾച്ചറൽ മാപ്പും. ഭൗതിക ഭൂപടവും സാംസ്കാരിക ഭൂപടം, അതാണ് ഫിസിക്കൽ മാപ്പും കൾച്ചറൽ മാപ്പും. നോക്കിയോളൂ, ഫിസിക്കൽ മാപ്പ്. The maps that depicts natural features of a region such as topography, soil, rivers, climate and vegetation. എന്തൊക്കെയാണ് ഒരു മാപ്പിൽ നമ്മൾ ഡെപിക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ചിത്രീകരിക്കുന്നത്? നാച്ചുറൽ ഫീച്ചേഴ്സ്, പ്രകൃതിദത്തമായ ഫീച്ചേഴ്സ്, സവിശേഷതകളാണെങ്കിൽ ഒരു സ്ഥലത്തെ ഓഫ് എ റീജിയൻ, ഒരു റീജിയനിലെ നാച്ചുറൽ ഫീച്ചേഴ്സ് ആണ് ഒരു മാപ്പിൽ നമ്മൾ ഡെപിക്റ്റ് ചെയ്യുന്നതെങ്കിൽ, അതായത് അതിന് എക്സാമ്പിൾ പ്രകൃതിദത്തമായ നാച്ചുറൽ ഫീച്ചേഴ്സിന് എക്സാമ്പിളാണ് ടോപ്പോഗ്രഫി എന്ന് വെച്ചാൽ ഭൂപ്രകൃതി, സോയിൽ മണ്ണ്, റിവേഴ്സ് നദികൾ, ക്ലൈമറ്റ് കാലാവസ്ഥ, ആൻഡ് വെജിറ്റേഷൻ സസ്യവർഗ്ഗങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളൊരു മാപ്പിൽ ചിത്രീകരിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള മാപ്പിന് നമ്മൾ പറയുന്ന പേരാണ് ഫിസിക്കൽ മാപ്പ്. അപ്പോൾ അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നാച്ചുറൽ ഫീച്ചർ ആണോ ഒരു മാപ്പിൽ ഡെപിക്റ്റ് ചെയ്തിട്ടുള്ളത്, അത്തരം മാപ്പിനെ നമ്മൾ പറയുന്ന പേരാണ് ഫിസിക്കൽ മാപ്പ് എന്ന് പറയാം. ഇനി കൾച്ചറൽ മാപ്പ്. ദ മാപ്സ് ദാറ്റ് ഡെപിക്ട്സ് മാൻ മെയ്ഡ് ഫീച്ചേഴ്സ് ഓർ കൾച്ചറൽ ഫീച്ചേഴ്സ്. ഒരു മനുഷ്യനിർമ്മിതമായ ഫീച്ചേഴ്സൊക്കെയാണ് ഒരു മാപ്പിൽ ഡെപിക്റ്റ് ചെയ്യുന്നത്, ചിത്രീകരിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള മാപ്പിനെയാണ് നമ്മൾ കൾച്ചറൽ മാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ദ മാപ്പ് ദാറ്റ് ഡെപിക്ട്സ് മാൻ മെയ്ഡ് ഫീച്ചേഴ്സോ ഓർ കൾച്ചറൽ ഫീച്ചർ അല്ലെങ്കിൽ സാംസ്കാരികപരമായിട്ടുള്ള ഫീച്ചേഴ്സ്. അപ്പോൾ മാൻ മെയ്ഡ് ഫീച്ചേഴ്സോ കൾച്ചറൽ ഫീച്ചേഴ്സോ ആണ് ഒരു മാപ്പിൽ ഡെപിക്റ്റ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ള മാപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൾച്ചറൽ മാപ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പൊളിറ്റിക്കൽ ഡിവിഷൻസ് സച്ച് ആസ് കൺട്രീസ്, സ്റ്റേറ്റ്സ് ആൻഡ് ഡിസ്ട്രിക്ട്സ്. പിന്നെ റോഡ്, റെയിൽവേസ്, പോർട്സ്, പോപ്പുലേഷൻ,
പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ എക്സെട്ര, ഇതൊക്കെ കൾച്ചറൽ മാപ്പിന് എക്സാമ്പിളാണ്. അപ്പോൾ അതായത് പോപ്പുലേഷൻ മാപ്പ് ഉണ്ടല്ലോ, അപ്പോൾ ഈ പോപ്പുലേഷൻ മാപ്പ് എന്ന് പറയുന്നത് കൾച്ചറൽ മാപ്പിന് എക്സാമ്പിളാണ്. പിന്നെ റോഡ്, റെയിൽവേ, പോർട്ട്, ഇങ്ങനെയുള്ള ട്രാൻസ്പോർട്ടേഷൻ മാപ്പ് ഉണ്ട്. അപ്പോൾ അതൊക്കെ പറയുന്നത് ഏതാണ്? കൾച്ചറൽ മാപ്പിലാണ് വരുന്നത്. അപ്പോൾ കൾച്ചറൽ മാപ്പിന് എക്സാമ്പിൾ പൊളിറ്റിക്കൽ ഡിവിഷൻ സച്ച് ആസ് കൺട്രി, സ്റ്റേറ്റ്സ് ആൻഡ് ഡിസ്ട്രിക്ട്സ്. പൊളിറ്റിക്കലായിട്ടുള്ള ഡിവിഷൻ, ഒരു കൺട്രിയുടെയും സ്റ്റേറ്റിൻ്റെയും ഡിസ്ട്രിക്റ്റിൻ്റെയും പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഡിവിഷൻ, പിന്നെ റോഡ്, റെയിൽവേ, പോർട്സ് അതിൻ്റെയൊക്കെ കുറിച്ച് കാണിക്കുന്ന മാപ്പ്, പിന്നെ പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ അതിനെയൊക്കെ കാണിക്കുന്ന മാപ്പ്, ഇതൊക്കെ കൾച്ചറൽ മാപ്പിലാണ് വരുന്നത്. ഇനി ഇതാ ഇവിടെ ഒരു ആക്ടിവിറ്റി തന്നിട്ടുണ്ട്. ക്ലാസിഫൈ ആൻഡ് ലിസ്റ്റ് ദ ഫോളോയിങ് മാപ്സ് ആർ ആസ് ഫിസിക്കൽ മാപ്പ് ആൻഡ് കൾച്ചറൽ മാപ്പ്. ഫിസിക്കൽ മാപ്പായിട്ടും കൾച്ചറൽ മാപ്പായിട്ടും നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള മാപ്പിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ക്ലാസിഫൈ ചെയ്യണം. നോക്കിയോ, ഇതിൽ തന്നിട്ടുള്ള മാപ്പ്: ഫിസിയോഗ്രാഫിക് മാപ്പ്, സോയിൽ മാപ്പ്, ക്ലൈമറ്റ് മാപ്പ്, വെജിറ്റേഷൻ മാപ്പ്, റിവർ മാപ്പ്, പൊളിറ്റിക്കൽ മാപ്പ്, പോപ്പുലേഷൻ മാപ്പ്, എക്കണോമിക് മാപ്പ്, ട്രാൻസ്പോർട്ടേഷൻ മാപ്പ്. ഇനി നമുക്കിതിനെ ക്ലാസിഫൈ ചെയ്യാം. ഫിസിയോഗ്രാഫിക് മാപ്പ് ഏതാണ്? നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ പറയുന്നത്, അപ്പോൾ അത് ഫിസിക്കൽ മാപ്പിൽ വരും. ഞാനത് പി എന്നാണ് ഇട്ടേക്കുന്നത് കേട്ടോ. അതുപോലെ സോയിൽ മാപ്പ് ഫിസിക്കൽ മാപ്പിൽ വരും, ക്ലൈമറ്റ് മാപ്പ് ഫിസിക്കൽ മാപ്പിൽ വരും, വെജിറ്റേഷൻ മാപ്പ് പി ഫിസിക്കൽ മാപ്പിൽ വരും, റിവർ മാപ്പ് ഫിസിക്കൽ മാപ്പിൽ വരും. അപ്പോൾ ഫിസിക്കൽ മാപ്പിൽ വരുന്ന ഏതൊക്കെയാണ്? ഫിസിയോഗ്രാഫിക് മാപ്പ്, സോയിൽ മാപ്പ്, ക്ലൈമറ്റ് മാപ്പ്, വെജിറ്റേഷൻ മാപ്പ്, റിവർ മാപ്പ്. ഇതെല്ലാം എന്താണ്? നാച്ചുറൽ ആയിട്ടുള്ള ഫീച്ചേഴ്സിനെ കാണിക്കുന്നതാണ് അല്ലേ? അതുകൊണ്ടാണ് ഇതെല്ലാം ഏതിൽ വരുന്നത്? ഫിസിക്കൽ മാപ്പ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ വരുന്നത്. ഇനി അടുത്തത് പൊളിറ്റിക്കൽ മാപ്പ്, പോപ്പുലേഷൻ മാപ്പ്, എക്കണോമിക് മാപ്പ്, ട്രാൻസ്പോർട്ടേഷൻ മാപ്പ്. ഇതെല്ലാം കൾച്ചറൽ മാപ്പിലാണ് വരുന്നത്. ഏതാണ്? കൾച്ചറൽ മാപ്പ് എന്ന് പറഞ്ഞ കാറ്റഗറി. ഇതിൽ നോക്ക്, പൊളിറ്റിക്കൽ മാപ്പ് രാഷ്ട്രീയ ഭൂപടം, അതായത് രാഷ്ട്രീയപരമായിട്ടുള്ള അതിരുകളും അതിർത്തികളൊക്കെ കാണിക്കുന്നത്. അത് നാച്ചുറലായിട്ട് ഉണ്ടായതാണോ? അല്ലല്ലോ, മനുഷ്യൻ നിർമ്മിച്ചതാണ്, മാൻമെയ്ഡ് ആണ് അതൊക്കെ. അതുപോലെ പോപ്പുലേഷൻ മാപ്പ് എന്ന് പറയുന്നതും നാച്ചുറൽ ആയിട്ടുള്ളത് അല്ലല്ലോ അല്ലേ, മനുഷ്യ നിർമ്മിതമാണ് അല്ലേ. അപ്പോൾ എന്താണ്? ഇതൊക്കെ വരുന്നത് കൾച്ചറൽ മാപ്പ് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയിലാണ്. ഓക്കെ ആണല്ലോ. അടുത്ത് നോക്കിയാൽ കോളം എ ആൻഡ് ബി ഗീവ് ദ വേരിയസ് ഫീച്ചേഴ്സ് ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത് ആൻഡ് ദ നെയിംസ് ഓഫ് ദി മാപ്സ് ഓൺ വിച്ച് ദേ ആർ ഡെപിക്റ്റഡ്. കണക്ട് ദം വിത്ത് ലൈൻസ്. അതായത് ഇവിടെ എ ബി 2 കോളംസ് ഉണ്ട്. നിങ്ങൾക്ക് കാണാമല്ലോ, ഒരു ടേബിൾ ഉണ്ട്, അതിൻ്റെ അകത്ത് എ ബി എന്നീ 2 കോളംസ് ഉണ്ട്. അപ്പോൾ എയിൽ കാണിച്ചിട്ടുള്ളത് ഫീച്ചേഴ്സ് ഓൺ ദ സർഫസ് ഓഫ് ദി എർത്തിൻ്റെ സർഫസിലുള്ള ഫീച്ചേഴ്സാണ് കാണിച്ചിട്ടുള്ളത്. എന്നാൽ ബിയിലാണെങ്കിൽ നെയിംസ് ഓഫ് ദി മാപ്പിൻ്റെ പേരും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവയെ തമ്മിൽ കറക്റ്റായിട്ട് നമ്മൾ വരച്ച് ചേർക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാനിവിടെ വരച്ച് ചേർത്തിട്ടില്ല, നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഒന്നാമത്തെ മാപ്പിൻ്റെ പേരെന്ത്? അഗ്രികൾച്ചറൽ മാപ്പ്. ഏതാണ്? അഗ്രികൾച്ചറൽ മാപ്പ് എന്ന് പറയുമ്പോൾ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട. ഇതിൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റെയിൻ ആണോ? റെയിനിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ അല്ല. ഫോറസ്റ്റ് ഏരിയ ആണോ? അല്ല. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പാഡി ഫീൽഡ്സ്, പാഡി നെൽപ്പാടങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻ, വിതരണം, അത് നമുക്ക് അഗ്രികൾച്ചറൽ മാപ്പിൽ ഉൾപ്പെടുത്താലോ. അപ്പോൾ അഗ്രികൾച്ചറൽ മാപ്പിൽ വരുന്നത് ഏതാണ്? ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പാഡി ഫീൽഡ്സ്. അതാണ് നിങ്ങൾ വരച്ച് ചേർക്കാനുള്ളത്. അടുത്തത് ട്രാൻസ്പോർട്ടേഷൻ മാപ്പ്. ട്രാൻസ്പോർട്ടേഷൻ എന്ന് വെച്ചാൽ ഗതാഗതവുമായിട്ട് ബന്ധപ്പെട്ട, ട്രാൻസ്പോർട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മാപ്പ്. ഇതിലേതാ വരുന്നത്? ട്രാൻസ്പോർട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട ഏത് വേർഡാണ് ഉള്ളത്? റോഡ് നെറ്റ്വർക്ക് കണ്ടായിരുന്നോ? റോഡ് നെറ്റ്വർക്ക്. അപ്പോൾ റോഡ് നെറ്റ്വർക്ക് ട്രാൻസ്പോർട്ടേഷൻ മാപ്പിൽ നമുക്ക് വരച്ച് ചേർക്കാം. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ മാപ്പ് ഏതാണ്? റോഡ് നെറ്റ്വർക്ക്, ഗതാഗതം എന്നാണ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്ന ആ ഒരു വേർഡിൻ്റെ മീനിങ്. അടുത്ത ക്ലൈമറ്റ് മാപ്പ്. ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? കാലാവസ്ഥ അല്ലേ. കാലാവസ്ഥയായിട്ട് ബന്ധപ്പെട്ട് എന്താണ്? ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റെയിനിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, മഴയുടെ വിതരണം അല്ലേ. അപ്പോൾ ക്ലൈമറ്റ് മാപ്പുമായിട്ട് നമുക്ക് ചേർക്കാൻ പറ്റുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റെയിൻ. അടുത്തത് വെജിറ്റേഷൻ മാപ്പ്. സസ്യജാലങ്ങൾ അല്ലേ, നൈസർഗിക സസ്യജാലങ്ങൾ. അതേതാ? ഫോറസ്റ്റ് ഏരിയ. അപ്പം വെജിറ്റേഷൻ മാപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് ഫോറസ്റ്റ് ഏരിയ. മനസ്സിലായോ? അപ്പോൾ ഒന്നും കൂടെ പറഞ്ഞുതരാം കേട്ടോ. നിങ്ങളപ്പോൾ വരച്ച് ചേർക്കണം കേട്ടോ. അപ്പോൾ ഏതാണ്? അഗ്രികൾച്ചറൽ മാപ്പ് എന്ന് പറയുമ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പാഡി ഫീൽഡ്സ്, ട്രാൻസ്പോർട്ടേഷൻ മാപ്പ് റോഡ് നെറ്റ്വർക്ക്, ക്ലൈമറ്റ് മാപ്പ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റെയിൻ, വെജിറ്റേഷൻ മാപ്പ് ഫോറസ്റ്റ് ഏരിയ. അടുത്തത് haven't you got familiarized with the different types of maps? Each of them has illustrated special geographical features. Do you know why we use different maps for representing different geographical features? എന്തുകൊണ്ടാണ് നമ്മൾ വിവിധ മാപ്പിൽ വിവിധ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? അതായത് ഒരു മാപ്പിൽ ഒരു ഫീച്ചർ ആണെങ്കിൽ വേറൊരു മാപ്പിൽ അടുത്ത വേറൊരു ഫീച്ചർ, അങ്ങനെ നമ്മൾ ഓരോ മാപ്പിലും ഓരോ ഫീച്ചറായിട്ട് കൊടുത്തേക്കുന്നത് എന്തിനാണ്? എല്ലാ ഫീച്ചറും കൂടെ ഒരൊറ്റ മാപ്പിൽ കൊടുക്കാത്തത് എന്തുകൊണ്ടാണ് എന്നൊക്കെയാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. എന്നിട്ട് അങ്ങനെ കൊടുക്കുന്നത് നല്ലതാണോ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എല്ലാം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം കൂടെ അവിയലായി പോകും അല്ലേ, കോംപ്ലക്സ് ആയി പോകും. അപ്പോൾ നമുക്ക് ഒരു മാപ്പിൽ ഒരു ഫീച്ചർ മാത്രമാണ് കൊടുത്തിട്ടുള്ളെങ്കിൽ നമുക്കത് നോക്കി ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇവിടെ നോക്കിക്കോ, ഇവിടെ 2 മാപ്പ് ഇവിടെ തന്നിട്ടുണ്ട്. ഒന്നാമത്തത്
ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോയിൽ ഡിസ്ട്രിബ്യൂഷൻ ഇൻ ഇന്ത്യ ആർ ഇലസ്ട്രേറ്റഡ് ഓൺ ദ ഫസ്റ്റ് മാപ്പ്. ആദ്യത്തെ മാപ്പിൽ സോയിൽ ഡിസ്ട്രിബ്യൂഷൻ, ഇന്ത്യയിലെ സോയിൽ ഡിസ്ട്രിബ്യൂഷനാണ് ഇലസ്ട്രേറ്റ് ചെയ്തിട്ടുള്ളത്. കണ്ടല്ലോ, ഇന്ത്യയിൽ മണ്ണിൻ്റെ വിതരണം, ഏതൊക്കെ ടൈപ്പ് മണ്ണ് ഏതൊക്കെ പ്രദേശത്താണുള്ളത്, അതാണ് ഒന്നാമത്തെ മാപ്പിൽ. ഇനി whereas the different types of natural vegetation are shown on the second. എന്നാൽ രണ്ടാമത്തെ മാപ്പിൽ ഇന്ത്യയിലെ വിവിധ നൈസർഗിക സസ്യജന്തുജാലങ്ങൾ, ഏതൊക്കെ ടൈപ്പിലുള്ള സസ്യജാലങ്ങളാണ് ഉള്ളത് എന്നുള്ളതാണ് രണ്ടാമത്തെ മാപ്പിൽ ഡെപിക്റ്റ് ചെയ്തിട്ടുള്ളത്. എന്താണ്? നാച്ചുറൽ വെജിറ്റേഷൻ. രണ്ടാമത്തെ മാപ്പിൽ കൊടുത്തിട്ടുള്ളത് നാച്ചുറൽ വെജിറ്റേഷനും ഒന്നാമത്തെ മാപ്പിൽ കൊടുത്തിട്ടുള്ളത് സോയിൽ ഡിസ്ട്രിബ്യൂഷനുമാണ്. Imagine that the information given on these two maps is depicted on the same map. നിങ്ങളിപ്പോൾ വിചാരിക്കുകയാണ് ഈ രണ്ട് മാപ്പിൽ കൊടുത്തിട്ടുള്ള ഫീച്ചേഴ്സ് ഒരൊറ്റ മാപ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഇഫ് സോ വാട്ട് വിൽ ഹാപ്പൻ? ഇങ്ങനെ സംഭവിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? ദ ഇൻഫർമേഷൻ ഓൺ ബോത്ത് മാപ്പ് വെൻ ബ്രോട്ട് ടുഗദർ വിൽ ക്രിയേറ്റ് കൺഫ്യൂഷൻ. രണ്ടും കൂടെ ഒരുമിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കും. പിന്നെ ഡാറ്റ കളക്ഷൻ വളരെ കോംപ്ലക്സ് ആക്കും. ദിസ് ഈസ് വൈ മേജർ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ആർ ഡെപിക്റ്റഡ് ഓൺ ഡിഫറെൻറ്റ് മാപ്പ്. അതുകൊണ്ടാണ് പ്രധാനപ്പെട്ട ഭൗമോപരിതല സവിശേഷതകളൊക്കെ നമ്മൾ വ്യത്യസ്ത തരം മാപ്പിൽ കാണിക്കുന്നത്. The map that does focus on a particular topic or specific theme are called thematic maps. എന്താണ് thematic map എന്നുള്ളതാണ് അടുത്ത പറഞ്ഞിട്ടുള്ളത്. എന്താണ്? The map that does focus on a particular topic or specific theme are called a thematic map. ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് തീമിനെ കുറിച്ചിട്ടോ ഉള്ള മാപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? തീമാറ്റിക് മാപ്പ് എന്ന് പറയുന്നത്. The map that depicts അല്ലെങ്കിൽ ഫോക്കസ് ഓൺ എ പർട്ടിക്കുലർ ടോപ്പിക്, ഒരു പർട്ടിക്കുലർ ടോപ്പിക്കോ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് തീമിനോ ബേസ് ചെയ്തിട്ടുള്ള മാപ്പാണെന്ത്? തീമാറ്റിക് മാപ്പ്. മനസ്സിലായല്ലോ? ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് നോട്ട് എഴുതൂലേ, അപ്പോൾ അതിൻ്റെ ആൻസർ എഴുതാം കേട്ടോ. അടുത്തത് ലെറ്റ് സി ഹൗ വി ക്യാൻ ക്ലാസിഫൈ മാപ്സ് ഓൺ ദ ബേസിസ് ഓഫ് ദി സ്കെയിൽ ഓഫ് ദി മാപ്പ്. ആദ്യത്തെ നമ്മൾ ഒരു മാപ്പിൻ്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ചു. എന്താ? നമ്മുടെ ഫംഗ്ഷൻ്റെ അടിസ്ഥാനത്തിൽ മാപ്പിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? കൾച്ചറൽ മാപ്പെന്നും ഫിസിക്കൽ മാപ്പെന്നും. ഫിസിക്കൽ മാപ്പിൽ നാച്ചുറൽ ഫീച്ചേഴ്സും കൾച്ചറൽ മാപ്പിൽ മാൻമെയ്ഡ് ഫീച്ചേഴ്സും ആണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ, മാപ്പിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ഓൺ ദ സ്കെയിൽ ഓഫ് ദി മാപ്പ്. മാപ്പിലെ സ്കെയിൽ എന്ന് വെച്ചാൽ തോതിനെ ബേസ് ചെയ്തിട്ടാണ് അടുത്ത ക്ലാസിഫിക്കേഷൻ മാപ്പിൽ വരുന്നത്. All maps are constructed based on a fixed scale or measurement. എല്ലാ മാപ്സും നമ്മൾ നിർമ്മിക്കുന്നത് ഒരു ഫിക്സഡ് സ്കെയിലിലോ അല്ലെങ്കിൽ ഒരു മെഷർമെൻറ്റിലോ ആയിരിക്കും. വാട്ട് ഈസ് ദ സ്കെയിൽ ഫോർ മേക്കിംഗ് മാപ്പ്? മാപ്പ് മേക്ക് ചെയ്യാനുള്ള സ്കെയിൽ എന്താണ്? അതിനെക്കുറിച്ചാണ് ഇനി അടുത്ത പറയുന്നത്. അത് ഞാനേ ഇത് പറയുന്നില്ല, അല്ലാതെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ അടുത്ത് ടീച്ചർ വന്നിട്ട് പറയുവാണ്, നിങ്ങൾ നമ്മുടെ ഈ ക്ലാസ് റൂമിൻ്റെ ഒരു സ്കെച്ച് വരയ്ക്കണമെന്ന് പറയുവാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ് റൂം മിക്കവാറൊക്കെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പോ അല്ലെങ്കിൽ ഒരു സ്ക്വയർ ഷേപ്പോ ഒക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ ലെങ്തും ബ്രെഡ്ത്തും പിന്നെ ഒക്കെ വച്ചിട്ട് ഒരു സ്കെച്ച് നമ്മൾ വരയ്ക്കുവാണ്. ഏകദേശമുള്ള ഒരു ലെങ്തും ബ്രെഡ്ത്തും ഒക്കെ കൊടുത്ത് സ്കെച്ച് നമ്മുടെ ക്ലാസ് റൂമിൻ്റെ ഒരു പിക്ചർ നമ്മുടെ നോട്ട്ബുക്കിൽ വരയ്ക്കുകയാണ്. എല്ലാവരും ഒരുപോലെ ആയിരിക്കുമോ? എല്ലാവരും ഒരുപോലെ ആയിരിക്കും, പക്ഷേ സൈസിൽ വ്യത്യാസം ഉണ്ടാകും അല്ലേ? സ്കെച്ച് ഏകദേശം ഒരുപോലെ ആയിരിക്കും സ്കെച്ച് വരച്ചേക്കണം, പക്ഷേ അതിൻ്റെ സൈസിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അങ്ങനെ സൈസിൽ വ്യത്യാസം വരാതെ എല്ലാവരും ഒരേ സൈസിൽ വരയ്ക്കണമെങ്കിൽ അവിടെ നമുക്ക് സ്കെയിൽ എന്നൊരു സംഗതി വേണം, തോത്. അതായത് ഇപ്പോൾ നമ്മുടെ ക്ലാസ് റൂമിൻ്റെ ബ്രെഡ്ത്ത് ഇവിടെ എത്തി കേട്ടോ, ഇവിടെ നമ്മുടെ ക്ലാസ് റൂമിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഇപ്പോൾ 10 മീറ്ററും 5 മീറ്ററും ആണെന്ന് വെച്ചോ. അപ്പോൾ നമുക്ക് നോട്ട്ബുക്കിൽ ഈ 5 മീറ്ററും 10 മീറ്ററും ഒക്കെ വരയ്ക്കാൻ പറ്റുമോ? കറക്റ്റായിട്ട് നമ്മൾ ലെങ്ത്തൊക്കെ അളന്നു. അപ്പോൾ എല്ലാവരും 5 മീറ്ററും 10 മീറ്ററും ലെങ്ത്തും ബ്രെഡ്ത്തുമായിട്ട് കൊടുത്ത് നിങ്ങൾ ക്ലാസ് റൂമിൻ്റെ ഒരു സ്കെച്ച് വരയ്ക്കാൻ പറഞ്ഞാൽ വരയ്ക്കാൻ പറ്റുമോ? 10 മീറ്ററും 5 മീറ്ററും നമ്മൾ നോട്ട്ബുക്കിൽ കൊള്ളോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ 5 മീറ്റർ എന്നുള്ളതിന് 5 സെൻറ്റിമീറ്റർ ആയിട്ടും 10 മീറ്റർ എന്നുള്ളതിനെ 10 സെൻറ്റിമീറ്റർ ആയിട്ടും വരച്ചാലോ? അതൊക്കെ ആണല്ലേ. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ഒരു തോത് പറഞ്ഞു കൊടുക്കും, ഒരു സ്കെയിൽ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഇപ്പം നമ്മൾ വരയ്ക്കുന്ന സ്കെച്ച്, ക്ലാസ്സിലുള്ള ഏകദേശം എല്ലാവരും വരയ്ക്കുന്ന സ്കെച്ച് ഏകദേശം ഒരുപോലെ ആയിരിക്കും അല്ലേ? അപ്പോൾ ഇതാണ് സ്കെയിൽ അല്ലെങ്കിൽ തോതെന്ന് പറയുന്നത്. അതായത് ഇവിടെ നമ്മുടെ ക്ലാസ് റൂമിലെ ലെങ്ത് എന്ന് പറയുന്നത് 10 മീറ്ററും ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 5 മീറ്ററും ആണെങ്കിൽ അപ്പോൾ ടീച്ചർ പറയുവാണ് നിങ്ങൾ 1 മീറ്റർ എന്നുള്ളത് 1 സെൻറ്റിമീറ്റർ ആയിട്ട് എടുക്കാൻ. അപ്പോൾ 1 മീറ്റർ എന്നുള്ളത് 1 സെൻറ്റിമീറ്റർ ആയിട്ട് എടുക്കുമ്പോൾ ഇവിടെ 5 മീറ്റർ എന്നുള്ളത് 5 സെൻറ്റിമീറ്റർ ആയിട്ട് മാറും, 10 മീറ്റർ എന്നുള്ളത് 10 സെൻറ്റിമീറ്റർ ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ നമ്മൾ നോട്ട്ബുക്കിലോട്ട് നമ്മുടെ ക്ലാസ് റൂമിൻ്റെ സ്കെച്ച് വരയ്ക്കുമ്പോൾ ഈ പറയുന്ന ലെങ്ത് 10 സെൻറ്റിമീറ്റർ ആയിട്ടും ബ്രെഡ്ത്ത് 5 സെൻറ്റിമീറ്റർ ആയിട്ടും ഇട്ട് വരയ്ക്കാൻ പറ്റും.
അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്കെയിൽ അല്ലെങ്കിൽ തോതെന്ന് പറയുന്നത്. ഇമാജിൻ ദാറ്റ് ദ ബ്രെഡ്ത്ത് ആൻഡ് ലെങ്ത് ഓഫ് യുവർ ക്ലാസ് റൂം ഈസ് 5 മീറ്റർ ആൻഡ് 10 മീറ്റർ റെസ്പെക്റ്റീവ്ലി. നമ്മുടെ ക്ലാസ് റൂമിൻ്റെ ബ്രെഡ്ത്തും ലെങ്ത്തും എന്ന് പറയുന്നത് 5 മീറ്ററും 10 മീറ്ററും ആണ്. സപ്പോസ് വി ടേക്ക് 1 മീറ്റർ ഓഫ് ദി ക്ലാസ് ആസ് 1 സെൻറ്റിമീറ്റർ ആൻഡ് ഡ്രോ ഇറ്റ് ഇൻ അവർ നോട്ട്ബുക്ക്. നമ്മൾ എന്ത് ചെയ്യുന്നു, 1 മീറ്റർ എന്ന ക്ലാസ് റൂമിൻ്റെ 1 മീറ്റർ എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ ആയിട്ട് എടുത്ത് നമ്മൾ നോട്ട്ബുക്കിൽ വരയ്ക്കുന്നു. ഇഫ് സോ, ക്യാൻ വി ഡ്രോ എ റെക്റ്റാങ്കിൾ ദാറ്റ് മെഷേഴ്സ് 5 സെൻറ്റിമീറ്റർ ഓഫ് ദി ബ്രെഡ്ത്ത് ആൻഡ് 10 സെൻറ്റിമീറ്റർ ഓഫ് ദി ലെങ്ത്. ഇപ്പോൾ ആണെങ്കിൽ നമുക്ക് നമ്മുടെ നോട്ട്ബുക്കിൽ 5 സെൻറ്റിമീറ്ററും 10 സെൻറ്റിമീറ്ററും അല്ല ഉള്ള ഒരു റെക്റ്റാങ്കിൾ, അതാണല്ലോ നമ്മുടെ ക്ലാസ് റൂമിൻ്റെ ആകൃതി അല്ലെങ്കിൽ ഷേപ്പ് എന്ന് പറയുന്നത്, അത് നമുക്ക് വരയ്ക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. സിമിലർലി മെഷർ ദ ലെങ്ത് ആൻഡ് വിഡ്ത്ത് ഓഫ് ദി ബെഞ്ചസ് ആൻഡ് ടേബിൾസ് ആൻഡ് ഡ്രോ ദം ഇൻ യുവർ നോട്ട്ബുക്ക് ആസ് 1 മീറ്റർ ഓഫ് ദി ക്ലാസ് റൂം ഈക്വൽ ടു 1 സെൻറ്റിമീറ്റർ ഇൻ ദ സ്കെച്ച്. ഇതേപോലെ തന്നെ നമ്മൾ ബെഞ്ചിൻ്റെയും ഡെസ്കിൻ്റെ ഒക്കെ ലെങ്ത് അളന്നിട്ട് അതിനെയും ഇതേപോലെ ഒരു തോതിലോട്ട് മാറ്റും. അത് എത്ര മീറ്റർ ഉണ്ടോ അത്ര സെൻറ്റിമീറ്റർ ആക്കി എടുത്തിട്ട് നമ്മൾ വരയ്ക്കുക. The sketches of all of you will be alike if you find and mark the north direction before drawing. നമ്മൾ എന്ത് ചെയ്യണം, പിന്നീട് എന്താ ചെയ്യാനുള്ളത്, നമ്മൾ നോർത്ത് ഡയറക്ഷനും കൂടെ വരയ്ക്കൂലേ, സ്കെച്ച് വരയ്ക്കണ ആ ഒരു പേജിൽ നോർത്ത് ഡയറക്ഷൻ അല്ലെങ്കിൽ വടക്ക് ദിശ കൂടി മാർക്ക് ചെയ്യണം. എന്നിട്ട് വേണം നമ്മൾ വരയ്ക്കാൻ തുടങ്ങാനുള്ളത്. അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ എല്ലാവരും വരയ്ക്കുന്നത്, എല്ലാ പേരും വരയ്ക്കുന്നത്, ആ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും വരയ്ക്കുന്ന ആ സ്കെച്ച് ഒരേപോലെ ഇരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. Write below the sketch that 1 centimeter of the sketch represents 1 meter of the classroom. അപ്പോൾ നമ്മൾ വരയ്ക്കുന്ന ആ സ്കെച്ചിൻ്റെ താഴെ നമ്മൾ എഴുതാനുള്ളത് 1 സെൻറ്റിമീറ്റർ ഓഫ് ദി സ്കെച്ചിൽ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് 1 മീറ്റർ ഓഫ് ദി ക്ലാസ് റൂമിൻ്റെ 1 മീറ്റർ ആണ്. എന്നിട്ട് ബ്രാക്കറ്റിൽ 1 സെൻറ്റിമീറ്റർ ഈക്വൽ ടു 1 മീറ്റർ. ദിസ് ഈസ് ദ സ്കെയിൽ ഓഫ് ദി സ്കെച്ച്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്കെച്ചിൻ്റെ സ്കെയിൽ എന്ന് പറയുന്നത്, തോതെന്ന് പറയുന്നത്, സ്കെച്ചിൻ്റെ സ്കെയിൽ എന്ന് പറയുന്നത്. The ratio of the distance between the classroom and the sketch is the scale that we used to draw the sketch. അതായത് ഒരു റേഷ്യോ ആണ് എന്തെന്ന് പറയുന്നത്, ഈ സ്കെയിൽ എന്ന് പറയുന്നത്. എന്താണ് റേഷ്യോ? ഏതൊക്കെ തമ്മിലുള്ള റേഷ്യോ? ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ക്ലാസ് റൂം. ഏതൊക്കെ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്? ആ ക്ലാസ് റൂമിൻ്റെയും സ്കെച്ചിൻ്റെയും ഡിസ്റ്റൻസ് തമ്മിലുള്ള റേഷ്യോ ആണ് നമ്മൾ എന്ത് പറയുന്നത്, സ്കെയിൽ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ദിസ് ഈസ് ഹൗ മാപ്സ് ആർ പ്രിപ്പയർഡ് യൂസിങ് സ്കെയിൽസ്. ഇങ്ങനെയാണ് നമ്മൾ സ്കെയിൽ ഉപയോഗിച്ച് മാപ്പ് പ്രിപ്പയർ ചെയ്യുന്നത്. ദ റേഷ്യോ ബിറ്റ്വീൻ ദ ആക്ച്വൽ ഡിസ്റ്റൻസ് ഓൺ ദ എർത്ത് ആൻഡ് ദ ഡിസ്റ്റൻസ് മാർക്ക്ഡ് ഓൺ ദ മാപ്പ് ഈസ് ദ സ്കെയിൽ ഓഫ് ദി മാപ്പ്. ഇവിടെയാണ് സ്കെയിൽ ഓഫ് ദി മാപ്പിൻ്റെ ഡെഫിനിഷൻ വരുന്നത്. എന്താണ് സ്കെയിൽ ഓഫ് ദി മാപ്പ് എന്ന് പറഞ്ഞാൽ ദ റേഷ്യോ, ഒരു റേഷ്യോ ആണ്, ഒരു അനുപാതമാണ്. ഏതൊക്കെ തമ്മിലുള്ളത്? ബിറ്റ്വീൻ, ഏതൊക്കെ തമ്മിലുള്ള? ദ ആക്ച്വൽ ഡിസ്റ്റൻസ് ഓൺ ദ എർത്തിലുള്ള യഥാർത്ഥ ദൂരവും ആൻഡ് ദ ഡിസ്റ്റൻസ് മാർക്ക്ഡ് ഓൺ മാപ്പിൽ മാർക്ക് ചെയ്തിട്ടുള്ള ദൂരവും തമ്മിലുള്ള റേഷ്യോ ആണ് നമ്മൾ എന്ത് പറയുന്നത്, ഇസ് ദ സ്കെയിൽ ഓഫ് ദി മാപ്പിൻ്റെ സ്കെയിൽ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇമാജിൻ ദാറ്റ് ദ സ്കെയിൽ യൂസ്ഡ് ഇൻ എ മാപ്പ് ഈസ് 1 സെൻറ്റിമീറ്റർ ഫോർ 1 കിലോമീറ്റർ. നമ്മൾ 1 കിലോമീറ്ററിന് 1 സെൻറ്റിമീറ്റർ എന്ന രീതിയിലാണ് മാപ്പിൽ യൂസ് ചെയ്തിട്ടുള്ള സ്കെയിൽ എന്ന് പറയുന്നത്. വാട്ട് ഡസ് ദിസ് മീൻ? ഇതിൻ്റെ മീനിങ് എന്താണ്? നമ്മുടെ മാപ്പിൽ യൂസ് ചെയ്തിട്ടുള്ളത് 1 സെൻറ്റിമീറ്റർ ആണ്, എന്നാൽ എർത്തിലുള്ള ആക്ച്വൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 കിലോമീറ്റർ ആണ്. മനസ്സിലായോ? അതാണ് അവ തമ്മിലുള്ള വ്യത്യാസം. അതായത് എർത്തിൽ 1 കിലോമീറ്റർ ദൂരം ഉണ്ടെങ്കിൽ നമ്മുടെ മാപ്പിൽ അത് എത്രയായിരിക്കും? 1 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇനി ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഇഫ് ദ ലെങ്ത് ഓഫ് ദി റോഡ് ഈസ് 10 സെൻറ്റിമീറ്റർ ഓൺ ദ മാപ്പ്. ഒരു റോഡിൻ്റെ ലെങ്ത് മാപ്പിൽ 10 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ബേസ്ഡ് ഓൺ ദിസ് സ്കെയിൽ ദ ആക്ച്വൽ ലെങ്ത് ഓഫ് ദി റോഡ് വിൽ ബി എത്രയായിരിക്കും? 10 കിലോമീറ്റർ ആയിരിക്കും അല്ലേ? ഭൂമിയിൽ ആ റോഡിൻ്റെ നീളം എത്രയായിരിക്കും? 10 കിലോമീറ്റർ ആയിരിക്കും. Now say if the road distance from point A to point B is 23 സെൻറ്റിമീറ്റർ. എങ്കിൽ നിങ്ങൾ പറയണം, ഇവിടെ എ ബി 2 പോയിൻ്റ് ഉണ്ട്, അവ തമ്മിലുള്ള റോഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 23 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 23 സെൻറ്റിമീറ്റർ ആണ് ഓൺ ദ മാപ്പിൽ അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 23 സെൻറ്റിമീറ്റർ ആണ്. ഈ മുകളിൽ പറഞ്ഞിട്ടുള്ള സ്കെയിലിനെ ബേസ് ചെയ്തിട്ട് ആക്ച്വൽ ഡിസ്റ്റൻസ് ഓൺ ദ എർത്ത് എത്രയായിരിക്കും? എർത്തിൽ ഇതിൻ്റെ ആക്ച്വൽ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ഒന്ന് പറഞ്ഞേ. 23 സെൻറ്റിമീറ്റർ ആണ് മാപ്പിലെ ഡിസ്റ്റൻസ് എങ്കിൽ എർത്തിൽ എത്രയായിരിക്കും? 23 കിലോമീറ്റർ ആയിരിക്കും കേട്ടോ. 23 കിലോമീറ്റർ ആയിരിക്കും. നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ നോക്കണം കേട്ടോ. ഇനി
നിങ്ങളുടെ സോഷ്യൽ സയൻസ് ലാബിൽ പല ടൈപ്പിലുള്ള മാപ്പ് ഉണ്ടാവും. അപ്പോൾ അതിനെയൊക്കെ നോക്കിയിട്ട് നിങ്ങൾ അതിൻ്റെ അകത്തുള്ള സ്കെയിൽസ് ഒക്കെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. മുകളിൽ പറഞ്ഞ് മനസ്സിലായാലും 23 സെൻറ്റിമീറ്റർ ആണ് മാപ്പിലെ ഡിസ്റ്റൻസ് എങ്കിൽ ആക്ച്വൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഭൂമിയിലെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, എർത്തിലെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആ റോഡ് എ മുതൽ ബി വരെയുള്ള ആ പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 23 കിലോമീറ്റർ ആയിരിക്കും. മുകളിലൊരു സ്കെയിൽ പറഞ്ഞില്ലേ, എന്താ ആ സ്കെയിൽ? 1 കിലോമീറ്റർ എന്ന് വെച്ചാൽ 1 സെൻറ്റിമീറ്റർ, അതാണ് സ്കെയിൽ. അപ്പോൾ അതനുസരിച്ച് നമ്മൾ പറഞ്ഞ ആൻസറാണിത്. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് മാപ്സ് ബേസ്ഡ് ഓൺ സ്കെയിൽ. സ്കെയിലിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെ മാപ്പിൻ്റെ ക്ലാസിഫിക്കേഷനാണ് ഇനി പഠിക്കാൻ പോകുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മാപ്പ് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ലാർജ് സ്കെയിൽ മാപ്പ് എന്നും സ്മാൾ സ്കെയിൽ മാപ്പ്. ലാർജ് സ്കെയിൽ എന്ന് വെച്ചാൽ വലിയ തോത് ഭൂപടങ്ങൾ, സ്മാൾ സ്കെയിൽ എന്ന് വെച്ചാൽ ചെറിയ തോത് ഭൂപടങ്ങൾ. ഒന്നാമത് ലാർജ് സ്കെയിൽ മാപ്പ് ഡെപിക്ട്സ് മോർ ഇൻഫർമേഷൻ അബൌട്ട് എ സ്മാൾ ഏരിയ. ഒരു ചെറിയ പ്രദേശത്തെക്കുറിച്ചുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് ഡെപിക്റ്റ് ചെയ്തിട്ടുള്ളതാണ് ലാർജ് സ്കെയിൽ മാപ്പ്. അപ്പം ഫോർ എക്സാമ്പിൾ ടോപ്പോഗ്രാഫിക്കൽ മാപ്പ്, വില്ലേജ് മാപ്പ്. ഇതിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? ടോപ്പോഗ്രാഫിക്കൽ മാപ്പും വില്ലേജ് മാപ്പും ഒക്കെയാണ് ഇതിന് എക്സാമ്പിൾ. ഇനി അതിൻ്റെ സ്കെയിൽ എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ എന്ന് വെച്ചാൽ 1/2 കിലോമീറ്റർ. 1/2 കിലോമീറ്റർ ആണ് ഇവിടെ 1 സെൻറ്റിമീറ്റർ ആയിട്ട് എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ 1 സെൻറ്റിമീറ്റർ എന്ന് വെച്ചാൽ 1/4 കിലോമീറ്റർ, 4/1 കിലോമീറ്റർ ആണ് 1 സെൻറ്റിമീറ്റർ ആയിട്ടൊക്കെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് സ്മോൾ സ്കെയിൽ മാപ്പ് നോക്കാം. ഡെപിക്ട്സ് ഓൺലി ലെസ് ഇൻഫർമേഷൻ ഓഫ് ആൻ ഏരിയ. ഒരു ഏരിയയുടെ വളരെ കുറച്ച് ഇൻഫർമേഷൻ മാത്രം ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണ് സ്മാൾ സ്കെയിൽ മാപ്പ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ വേൾഡ് മാപ്പ്, മാപ്പ് ഓഫ് ഇന്ത്യ, മാപ്പ് ഓഫ് കേരള. ഇന്ത്യയുടെ മാപ്പും ലോകത്തിൻ്റെ മാപ്പും കേരളത്തിൻ്റെ മാപ്പും ഒക്കെ ഇതിന് എക്സാമ്പിളാണ്. ഇവിടെ സ്കെയിൽ എങ്ങനെയാണ്? 1 സെൻറ്റിമീറ്റർ എന്ന് വെച്ചാൽ 25 കിലോമീറ്റർ, 1 സെൻറ്റിമീറ്റർ എന്ന് വെച്ചാൽ 10 കിലോമീറ്റർ. ഇതൊക്കെയാണ് ഇവിടുത്തെ സ്കെയിൽ എന്ന് പറയുന്നത്. മനസ്സിലായോ ഇവ തമ്മിലുള്ള വ്യത്യാസം? ഇത് നമുക്ക് നോട്ട് എഴുതുമ്പോൾ എഴുതാം കേട്ടോ, നോട്ടായിട്ട് എഴുതാം. അടുത്ത് നോക്കിയോ, വി ഹാവ് ഡിസ്കസ്ഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാപ്സ്. ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള മാപ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ആൻഡ് ക്ലാസിഫിക്കേഷൻ, അവയുടെ ക്ലാസിഫിക്കേഷൻ ഡിസ്കസ് ചെയ്തു. നൗ ലെറ്റ് സീ ഹൗ വി ക്യാൻ കളക്ട് ഡേറ്റ ഫ്രം മാപ്സ്. ഇനി നമുക്ക് മാപ്പിൽ നിന്ന് എങ്ങനെ ഡാറ്റ കളക്ട് ചെയ്യാമെന്ന് നോക്കാം. ഫൈൻഡിങ് ഓർ കളക്ടിങ് ഇൻഫർമേഷൻ എക്സാമിനിങ് മാപ്പ് ഈസ് കാൾഡ് മാപ്പ് റീഡിങ്. അതിന് നമ്മൾ, അതായത് മാപ്പ് നോക്കി നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? മാപ്പ് റീഡിങ് അല്ലെങ്കിൽ ഭൂപട വായന എന്ന് പറയുന്നത്. മനസ്സിലായോ? എന്താണ് മാപ്പ് റീഡിങ് എന്ന് പറഞ്ഞാൽ? ഫൈൻഡിങ് ഓർ കളക്ടിങ് ഇൻഫർമേഷൻ എക്സാമിനിങ് മാപ്പ് എക്സാം ചെയ്ത് നമ്മൾ ഇൻഫർമേഷൻ ഫൈൻഡ് ചെയ്യുകയോ കളക്ട് ചെയ്യുകയോ ചെയ്യുന്നതിന് എന്ത് പറയുന്നത്? മാപ്പ് റീഡിംഗ് എന്ന് പറയുന്നത്. ലെറ്റ്സ് എക്സാമിൻ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ്പ് ഇൻ മാപ്പ് റീഡിംഗ്. ദ ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ്പ് ഇൻ മാപ്പ് റീഡിംഗ് ആർ ഗിവൺ ബിലോ. നമുക്ക് മാപ്പ് റീഡിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സ് താഴെ തന്നിട്ടുള്ളവയാണ്. ഏതൊക്കെ ഫാക്ടേഴ്സാണ് നമുക്ക് മാപ്പ് റീഡിങ്ങിന് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഏതൊക്കെയാണെന്ന് അറിയാമോ? 7 എണ്ണം ഉണ്ട്. 1 ടൈറ്റിൽ, 2 സ്കെയിൽ, 3 ഡയറക്ഷൻ, 4 ലാറ്റിറ്റ്യൂഡ്, 5 ലോങ്ജിറ്റ്യൂഡ്, 6 കൺവെൻഷണൽ കളേഴ്സ് ഓർ സിമ്പിൾസ്, 7 ഇൻഡെക്സ്. ഇത് പഠിക്കണം. ഇത് 7 എണ്ണം കാണാതെ പഠിക്കണം കേട്ടോ. ഏതൊക്കെയാണ്? ടൈറ്റിൽ, സ്കെയിൽ, ഡയറക്ഷൻ, ലാറ്റിറ്റ്യൂഡ്, ലോങ്ജിറ്റ്യൂഡ്, കൺവെൻഷണൽ കളേഴ്സ് ഓർ സിമ്പിൾസ്, ഇൻഡെക്സ്. ഇതൊക്കെ എന്താണ്? ദ ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ്പ് ടു മാപ്പ് റീഡിംഗ്. നമുക്ക് മാപ്പ് റീഡിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. ഒബ്സർവ് ദ ഫിസിയോഗ്രഫിക് മാപ്പ് ഓഫ് കേരള. കേരളത്തിൻ്റെ ഫിസിയോഗ്രഫിക് മാപ്പാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഐഡൻറ്റിഫൈ ദ ഈച്ച് കമ്പണൻറ്റ്. ഇതിൻ്റെ അകത്ത് നോക്കിയിട്ട് ഈ ഓരോ കമ്പണൻറ്റ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണം. ഒന്നാമതായിട്ട് അപ്പോൾ ഇവിടെ ടൈറ്റിലാണ് ഒന്നാമത്. അപ്പോൾ ടൈറ്റിൽ എന്താണെന്ന് നോക്കാം. ദ ടൈറ്റിൽ ഇൻഡിക്കേറ്റ്സ് ദ മേജർ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ദാറ്റ് ഈസ് ഡെപിക്റ്റഡ് ഓൺ എ മാപ്പ്. മാപ്പിൽ ചിത്രീകരിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഫീച്ചർ ഏതാണോ അതിനെയാണ് നമ്മൾ ടൈറ്റിൽ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ആ മാപ്പിൻ്റെ ടൈറ്റിൽ എന്താണോ, ആ മാപ്പ് എന്തിനെക്കുറിച്ചുള്ളതാണോ അതിനെയാണ് നമ്മൾ ടൈറ്റിൽ എന്ന് പറയുന്നത്. ഒബ്സർവ് ദ ടൈറ്റിൽ ഓഫ് ദി ഗിവൺ മാപ്പ്. അതായത് ഇവിടെ നമുക്കിവിടെ തന്നിട്ടുള്ള മാപ്പിലുള്ള ടൈറ്റിൽ എന്താണ്? കേരള ഫിസിയോഗ്രഫി. കണ്ടോ? കേരള ഫിസിയോഗ്രഫി. അപ്പോൾ അതാണ് ഈ മാപ്പിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ടൈറ്റിൽ എന്താണ്? കേരള ഫിസിയോഗ്രഫി. അവിടെ പറഞ്ഞിട്ടുണ്ട്. ദ ടൈറ്റിൽ കേരള ഫിസിയോഗ്രഫി ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ ഫിസിയോഗ്രഫിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കേരള ആർ ഡെപിക്റ്റഡ് ഓൺ ദ മാപ്പ്. മാപ്പിൽ അപ്പോൾ ഡെപിക്റ്റ് ചെയ്തിട്ടുള്ളത് എന്താണ്? ഫിസിയോഗ്രഫിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കേരള. കേരളത്തിൻ്റെ ഭൂപ്രകൃതി സവിശേഷതകളാണ്. കാരണം അതിൻ്റെ ടൈറ്റിൽ എന്തായിരുന്നു? കേരള ഫിസിയോഗ്രഫി എന്നാണ്. അപ്പോൾ ഒന്നാമത്തെ നമ്മൾ പഠിച്ചു. ടൈറ്റിൽ എന്താണെന്ന് പറഞ്ഞു ഒരു മാപ്പ് നോക്കിയിട്ട്. അടുത്തത് സ്കെയിൽ. ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഒബ്സർവ് ദ മാപ്സ് ഇൻ ദ സോഷ്യൽ സയൻസ് ലാബ്. നിങ്ങളുടെ സോഷ്യൽ സയൻസ് ലാബിലെ മാപ്പ് നോക്കിയിട്ട് ആൻഡ് ഐഡൻറ്റിഫൈ ദ റിലേഷൻ ബിറ്റ്വീൻ കണ്ടൻറ്റ് ആൻഡ് ദ ടൈറ്റിൽ. അതിൻ്റെ കണ്ടൻറ്റും ടൈറ്റിലും തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യാം. കണ്ടൻറ്റും ടൈറ്റിലും തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ട്. ടൈറ്റിൽ എന്താണോ ആ ഒരു കണ്ടൻറ്റ് ആയിരിക്കും മാപ്പിലുള്ളത്, അല്ലേ?
ഇന്ന് നോക്കിയോ സ്കെയിൽ അല്ലെങ്കിൽ തോത്. നമ്മൾ നേരത്തെ കുറച്ചൊക്കെ പഠിച്ചായിരുന്നു അല്ലേ, എന്താണ് സ്കെയിൽ എന്ന് പറയുന്നത്. വി നോ ദാറ്റ് മാപ്സ് ആർ മെയ്ഡ് ബേസ്ഡ് ഓൺ സ്കെയിൽ. നമുക്കറിയാം മാപ്പ് നമ്മൾ ഉണ്ടാക്കുന്നത് സ്കെയിലിനെ ബേസ് ചെയ്തിട്ടാണ്. എ സ്കെയിൽ ഇസ് ദ റേഷ്യോ ബിറ്റ്വീൻ ദ ഡിസ്റ്റൻസ് ഓഫ് ടു പ്ലേസസ് ഓൺ ദ ഗ്രൗണ്ട് ആൻഡ് ദ കറസ്പോണ്ടിങ് ഡിസ്റ്റൻസ് ഓഫ് ദ സെയിം പ്ലേസസ് ഓൺ ദ മാപ്പ്. മാപ്പിലുള്ള ഡിസ്റ്റൻസും പിന്നെ ഭൂമിയിലുള്ള ഡിസ്റ്റൻസും തമ്മിലുള്ള ഒരു റേഷ്യോ ആണ്, ഡിസ്റ്റൻസും തമ്മിലുള്ള റേഷ്യോ ആണ് എന്ത് പറയുന്നത്, സ്കെയിൽ എന്ന് പറയുന്നത്. The length of the river, a road or a railway or the area of a region or the extent of a geographical phenomenon is calculated accurately using the scale. ഈ സ്കെയിൽ ഉപയോഗിച്ച് നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, വളരെ ആക്യുറേറ്റ്ലി കാൽക്കുലേറ്റ് ചെയ്യാം, വളരെ കൃത്യതയോടുകൂടി കാൽക്കുലേറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. Don't you remember how we have calculated the actual length of the road using the scale on the map? നേരത്തെ തോതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ ഒരു ലെങ്ത് ഓഫ് ദി ഡിസ്റ്റൻസ് നമ്മൾ യഥാർത്ഥത്തിലുള്ള അല്ലെങ്കിൽ ഭൂമിയിലുള്ള രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ലെങ്ത് കണ്ടുപിടിച്ച് ഓർക്കണുണ്ടോ, എയും ബിയും എന്നീ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലേ. സിമിലർലി ഫൈൻഡ് ആൻഡ് റൈറ്റ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു റീജിയൻ. അതേപോലെ ആ രണ്ട് റീജിയൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ദ ആക്ച്വൽ ലെങ്ത് ഓഫ് ദി റോഡ്, ദ റിവർ ആൻഡ് ദ റെയിൽവേ ലൈൻസ് ബേസ്ഡ് ഓൺ ദ സ്കെയിൽ ഓൺ ദ മാപ്സ് ഇൻ യുവർ സോഷ്യൽ സയൻസ് ലാബ്. നമ്മുടെ സോഷ്യൽ സയൻസ് ലാബിലുള്ള മാപ്പിലുള്ള റെയിൽവേ ലൈനിൻ്റെയും പിന്നെ റിവറിൻ്റെയും ഒക്കെ ലെങ്ത് നമുക്ക് ഇതേപോലെ കണ്ടുപിടിക്കാൻ കഴിയും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. യൂസ് എ ടോയിൻ ആസ് സീൻ ഇൻ ദ പിക്ചർ, ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദി റോഡ് ആൻഡ് ദ റിവർ. ഇവിടെ പിക്ചറിൽ കണ്ട ഒരു ടോയിൻ ഉപയോഗിച്ച് അതായത് ഇതിനകത്ത് കറക്റ്റ് സ്ട്രെയിറ്റ് ലൈൻസ് ഒന്നും ആയിരിക്കത്തില്ല, ഇടയ്ക്ക് വളഞ്ഞ് പുളഞ്ഞൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, ഒരു ടോയിൻ ഉപയോഗിക്കണം, ഒരു ചരട് ഉപയോഗിച്ച് വേണം നമ്മൾ ഈ ലെങ്ത് അവിടെ ഈ മാപ്പിലുള്ള ലെങ്ത് അളന്നെടുക്കാനെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് വേണം അത് നമ്മൾ അതിൻ്റെ സ്കെയിൽ നോക്കണം, ആ മാപ്പിൽ എത്ര സ്കെയിലാണോ പറഞ്ഞിട്ടുള്ളത് അത് നോക്കി നമ്മൾ കൺവേർട്ട് ചെയ്യാനുള്ളത്. Find the length of the road or a river using a toin. Then measure it using a scale. ആദ്യം നമ്മൾ റോഡിൻ്റെയോ റിവറിൻ്റെയോ ഒക്കെ ലെങ്ത് ടോയിൻ ഉപയോഗിച്ച് എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യണം. എവിടെ നിന്ന്, മാപ്പിൽ നിന്ന്. ദെൻ മെഷർ ഇറ്റ് യൂസിങ് എ സ്കെയിൽ. അതിനുശേഷം അതിനെ സ്കെയിൽ ഉപയോഗിച്ച് മെഷർ ചെയ്യണം. ഫൈൻഡ് ദ ആക്ച്വൽ ലെങ്ത് ബേസ്ഡ് ഓൺ ദ സ്കെയിൽ ഓൺ ദ മാപ്പ്. അതിനുശേഷം എന്ത് ചെയ്യണം, നമ്മൾ മാപ്പിലുള്ള സ്കെയിൽ എടുക്കണം. ആദ്യം പറഞ്ഞ സ്കെയിൽ, ദെൻ മെഷർ ഇറ്റ് യൂസിങ് എ സ്കെയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നമ്മുടെ ബോക്സിൽ ഇൻസ്ട്രുമെൻറ്റ് ബോക്സിലുള്ള സ്കെയിലിൻ്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. സ്കെയിൽ ഉപയോഗിച്ച് ആ ടോയിൻ്റെ ലെങ്ത് നമ്മൾ അളന്നെടുക്കണം. അതിനുശേഷം നമ്മുടെ മാപ്പിലൊരു സ്കെയിലില്ലേ, ആ സ്കെയിൽ ഉപയോഗിച്ച് ആക്ച്വൽ ലെങ്ത് നമ്മൾ കണ്ടുപിടിക്കണം. ഇങ്ങനെയാണ് നമ്മൾ ആക്ച്വൽ ലെങ്ത് കണ്ടുപിടിക്കുന്നത്, മാപ്പിലുള്ള ആക്ച്വൽ ലെങ്ത് കണ്ടുപിടിക്കുന്നത്. ഇഫ് 7 സെൻറ്റിമീറ്റർ ഈസ് ഒബ്റ്റെയിൻഡ് ഹിയർ, ഇവിടെ നമുക്ക് 7 സെൻറ്റിമീറ്റർ ആണ് കിട്ടിയതെന്ന് വെച്ചോ. വാട്ട് ഈസ് ദ ആക്ച്വൽ ലെങ്ത് അക്കോർഡിംഗ് ടു ദ സ്കെയിൽ ഓഫ് 1 സെൻറ്റിമീറ്റർ ഓൺ ദ എർത്ത് സർഫസ് 1 കിലോമീറ്റർ ഓൺ ദ മാപ്പ്. അതായത് 1 സെൻറ്റിമീറ്റർ എന്നും പറഞ്ഞ് നമ്മൾ മാപ്പിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത് ആക്ച്വൽ ഡിസ്റ്റൻസ് 1 കിലോമീറ്റർ ആണ്. അപ്പം നമുക്ക് ഇവിടെ മാപ്പിൽ അളന്നപ്പോൾ കിട്ടിയത് 7 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആക്ച്വൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഭൂമിയിലെ ആ ഒരു രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും, 7 കിലോമീറ്റർ ആയിരിക്കും. കാരണം 1 സെൻറ്റിമീറ്റർ ആണല്ലോ മാപ്പിൽ മാപ്പിലെ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 1 കിലോമീറ്റർ, ഭൂമിയിലെ 1 കിലോമീറ്ററിന് ഈക്വലാണ്. അപ്പം മാപ്പിലെ 7 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ 7 കിലോമീറ്റർ ആയിരിക്കും. ജനറലി 3 മെത്തേഡ്സ് ആർ യൂസ്ഡ് ടു റെക്കോർഡ് ദ സ്കെയിൽ ഓൺ ദ മാപ്പ്. മാപ്പിൽ സ്കെയിൽ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ 3 മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. 1 സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സ്കെയിൽ, 2 റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ അല്ലെങ്കിൽ RF എന്ന് പറയും, 3 ലീനിയർ സ്കെയിൽ. അപ്പോൾ ഇത് ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സ്കെയിൽ എന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. നമ്മൾ യൂസ് ചെയ്തില്ലേ ഇപ്പോൾ മുകളിലൊക്കെ യൂസ് ചെയ്താൽ അത് തന്നെയാണ് അത് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത്, അതായത് പ്രസ്താവന രീതി. See how the scale is written as a statement. For example, 1 centimeter on the map indicates 1 kilometer on the surface of the earth. നമ്മൾ നേരത്തെ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ഭൂമിയിലെ 1 കിലോമീറ്റർ ആണെങ്കിൽ ഹിയർ സ്കെയിൽ ഈസ് ഇൻഡിക്കേറ്റഡ് ഇൻ എ സിമ്പിൾ വേ. ഇവിടെ ഇങ്ങനെ 1 സെൻറ്റിമീറ്റർ ഈസ് ഈക്വൽ ടു 1 കിലോമീറ്റർ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത്. ഇവിടെ സ്കെയിൽ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള വേയിലാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ മാപ്പ് നോക്കിയിട്ട് അതിൻ്റെ അകത്തുള്ള സ്കെയിൽ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഇങ്ങനെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എഴുതിയിട്ടുള്ളതുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ. അടുത്ത നമ്മുടെ മെത്തേഡാണ് റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ ഓർ RF അല്ലെങ്കിൽ ഭിന്നക രീതി എന്ന് പറയും. റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ ഓർ RF അല്ലെങ്കിൽ ഭിന്നക രീതി. ഹാവൻറ്റ് യു നോട്ടീസ്ഡ് ദ മാർക്കിംഗ് ഓഫ് സ്കെയിൽസ് ആസ് RF ഈക്വൽ 1:1 lakh.
ദിസ് മെത്തേഡ് ഈസ് കാൾഡ് റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ. 1:1 1:1 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടില്ലേ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു യൂണിറ്റ്, മാപ്പിലുള്ള ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 1,00,000 യൂണിറ്റ്സ് ഓൺ ദ സർഫസ് ഓഫ് ദി എർത്ത്. എർത്തിൻ്റെ സർഫസിലെ 1,00,000 യൂണിറ്റിന് ഈക്വൽ ആണെന്ന്. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു, ഇവിടെ യൂണിറ്റ് പറഞ്ഞിട്ടില്ല. അപ്പോൾ യൂണിറ്റ് റെപ്രസെൻറ്റ് ചെയ്യാത്ത ഒരു മെത്തേഡാണ് റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള യൂണിറ്റ് കൊടുക്കുക. ഇവിടെ 1 സെൻറ്റിമീറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പുറത്ത് 1,00,000 സെൻറ്റിമീറ്റർ, മനസ്സിലായോ? ഇനി 1 കിലോമീറ്റർ എന്ന് വെച്ചാൽ ഇപ്പുറത്ത് 1,00,000 കിലോമീറ്റർ, കണ്ടോ? അപ്പോൾ അവിടെ ഏത് യൂണിറ്റിലാണോ കൊടുക്കുന്നത് ആ യൂണിറ്റ് തന്നെയായിരിക്കും ഇപ്പുറത്തും. അപ്പോൾ യൂണിറ്റ് ഇല്ലാതെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് എന്തെന്ന് പറയുന്നത്, റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. മുകളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ എന്താണ് യൂണിറ്റ് കൊടുത്തായിരുന്നു. 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞത് 1 കിലോമീറ്റർ, അങ്ങനെ യൂണിറ്റ് കൊടുത്തായിരുന്നു. പക്ഷേ ഇവിടെ യൂണിറ്റ് കൊടുക്കുന്നില്ല, ഇവിടെ യൂണിറ്റ് ആയിട്ടാണ് പറയുന്നത്. ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്, മാപ്പിലെ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 1,00,000 യൂണിറ്റിന് ഈക്വൽ ആണ്, അങ്ങനെ അവിടെ പറയുന്നത് അല്ലേ. ദസ് ദ യൂണിറ്റ് ദാറ്റ് ഈസ് ഗിവൺ ബിഫോർ റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ദ ഡിസ്റ്റൻസ് ഓൺ ദ മാപ്പ്. റേഷ്യോയുടെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നത് മാപ്പിലുള്ള ഡിസ്റ്റൻസും ആൻഡ് ദ യൂണിറ്റ് ദാറ്റ് ഈസ് ഗിവൺ ആഫ്റ്റർ റേഷ്യോ ഇസ് ദ ഡിസ്റ്റൻസ് ഓൺ ദ സർഫസ് ഓഫ് ദി എർത്ത്. എർത്തിൻ്റെ സർഫസിലുള്ള ഡിസ്റ്റൻസ് ആണ് ആ റേഷ്യോയുടെ കുത്തില്ലേ, ആ 2 കുത്തിൻ്റെ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. Here the distance on the ground and on the map is indicated in the same unit. ഇവിടെ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എർത്തിലുള്ള ഡിസ്റ്റൻസ്, മാപ്പിലുള്ള ഡിസ്റ്റൻസ് ഒരേ യൂണിറ്റിലാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, തിങ്ക് ദാറ്റ് സെൻറ്റിമീറ്റർ ഇസ് ദ യൂണിറ്റ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ഡിസ്റ്റൻസ് ഹിയർ. ഇവിടെ ഡിസ്റ്റൻസ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി സെൻറ്റിമീറ്റർ ആണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചോ. Then the scale that is represented as representative fraction indicates that 1 unit of distance or 1 centimeter on the map is equal to 1,00,000 centimeter on the surface of the earth. മനസ്സിലായോ? 1 സെൻറ്റിമീറ്റർ ആണ് നമ്മൾ സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ആ യൂണിറ്റാണ് എടുക്കുന്നതെങ്കിൽ ഇവിടെ മാപ്പിലുള്ള ഡിസ്റ്റൻസ് ആണല്ലോ ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് എർത്തിലുള്ള 1,00,000 സെൻറ്റിമീറ്ററിന് ഈക്വൽ ആണ് എന്നാണ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി 1 കിലോമീറ്റർ ആണെങ്കിലോ അപ്പുറത്തും 1,00,000 കിലോമീറ്റർ ആയിരിക്കും. അപ്പോൾ മാപ്പിലുള്ള 1 കിലോമീറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയിലുള്ള 1,00,000 കിലോമീറ്ററിന് ഈക്വൽ ആയിരിക്കും. അതാണത് എന്താണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇവിടെ റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ മെത്തേഡിൽ ഒരേപോലത്തെ യൂണിറ്റ് ആയിരിക്കും ഇവിടെ ഉപയോഗിക്കുന്നത്, ഒരേ യൂണിറ്റ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. മാപ്പിലുള്ള ഡിസ്റ്റൻസിലും പിന്നെ ഭൂമിയിലുള്ള ഡിസ്റ്റൻസ് കാണിക്കാനും ഒരേ യൂണിറ്റ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. സെൻറ്റിമീറ്റർ ആണെങ്കിൽ സെൻറ്റിമീറ്റർ തന്നെ, കിലോമീറ്റർ ആണെങ്കിൽ കിലോമീറ്റർ തന്നെ, മീറ്റർ ആണെങ്കിൽ മീറ്റർ തന്നെ, കേട്ടോ. വാട്ട് ഈസ് മീൻ ബൈ ദ റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ RF? 1:2,00,000. ലെറ്റ്സ് ട്രൈ ടു റൈറ്റ് ഇറ്റ്. ഇവിടെ 1:2,00,000 എന്ന് കൊടുത്തിട്ടുണ്ട്. എന്താണ് അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? മാപ്പിലുള്ള ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് ഭൂമിയിലുള്ള 2,00,000 യൂണിറ്റിന് ഈക്വൽ ആണ്, അതാണ് അവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി ഇതേപോലെ നമ്മൾ റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻസ് നമ്മൾ മാപ്പിൽ ഏതെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് അത് എഴുതാനാണ്, അതിൻ്റെ ആക്ച്വൽ ഡിസ്റ്റൻസും മാപ്പിലുള്ള ഡിസ്റ്റൻസും ഒക്കെ ആയിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തത് ലീനിയർ സ്കെയിൽ. അടുത്ത ഒരു മെത്തേഡാണ് ലീനിയർ സ്കെയിൽ. ലീനിയർ സ്കെയിൽ ഈസ് ഡ്രോയിങ് ആൻഡ് മാർക്കിംഗ് ദ സ്കെയിൽ ആസ് ഓൺ ദ പിക്ചർ. ഈ പിക്ചറിൽ കാണിക്കുന്ന പോലെയായിരിക്കും ലീനിയർ സ്കെയിലിൽ വരയ്ക്കുകയും മാർക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്.